നിന്നോട് ഇതെങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞേ? നിനക്കൊന്നൊരു ഉത്തരവാദിത്വം ഇല്ലേ? എത്രാമത്തെ തവണ അവൻ തുടങ്ങിയല്ലോ. അവനെ പറഞ്ഞിട്ട് എന്താടി കാര്യം? അവൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്താതെ അവള് ചെയ്യോ? എന്തെങ്കിലും ആയിട്ടൊരു മിസ്റ്റേക്ക് അതിൽ വരുത്തും. പിന്നെ അവൾക്ക് കേട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇനിത് നീ ആവർത്തിച്ച ഇനി നീ ഇവിടെ നിൽക്കണ്ട. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. എത്രാമത്തെ തവണ നീ പറയുന്നേ? സോറി, ഇനി മിസ്റ്റേക്ക് വരുത്താതെ ഞാൻ നോക്കിക്കോളാം. 10 മിനിറ്റ്സിനുള്ളിൽ അതിവിടെ റെഡി ഇവിടെ എത്തിയിരിക്കണം. സാർ, അത് കുറച്ച് ടൈം വേണം ഇത് റെഡിയാക്കാൻ. നിനക്ക് എത്ര മുന്നേ തന്ന വർക്കായത്? ഇനി നിനക്കൊരു എക്സ്ക്യൂസ് ഇല്ല. 10 മിനിറ്റ്സിനുള്ളിൽ അതവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഓക്കെ സാർ. അവനുള്ളത് കൊടുത്തേ തീരും. എത്ര ഗേൾസാ അവനെ പേടിച്ച് ജീവിക്കുന്നേ? നമുക്കെന്നെ തിരഞ്ഞിറങ്ങാം. എടാ, ആദ്യം തേന്നിങ്ങോട്ട് വന്നോട്ടെ. അത് ശരിയാ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങാം. നമുക്ക് ജാക്സനോട് പറയാം, അവൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് തന്നോളൂ. അവനിപ്പോൾ എവിടെ നിൽക്കുന്നത് തിരഞ്ഞു പിടിച്ചിറങ്ങിയാൽ പോരെ? അതാണ് നല്ലത്. ജാക്സാ, പറ. നമ്മൾ ഇന്നലെ പമ്പ് പോയപ്പോൾ അവിടെ ഒരു ആളെ കണ്ടില്ലേ? അങ്ങേരെ ഡീറ്റെയിൽസ് കിട്ടണം. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അവനുള്ളത് നമ്മളെ ഓഫീസിൻ്റെ ബാക്കിലൊരു ഫ്ലാറ്റില്ലേ, അതിൽ 5ാമത്തെ നിലയിലാണ് അവൻ്റെ റൂം. നെയിം ഫിറോസ്, ഏജ് 25. പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കള്ളക്കടത്താണ് മെയിൻ. പിന്നെ ആളിപ്പോൾ ഇന്നലെ കണ്ട പമ്പിൽ തന്നെ ഉണ്ട്. നമുക്കൊന്നാണ്ട് ഇറങ്ങിയാലോ? തേനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെ? മറ്റേത് നമ്മൾ തേനെ വെയിറ്റ് ചെയ്തിരുന്ന അവനവിടുന്ന് പോയാലോ? നമ്മളങ്ങോട്ട് പോയത് വെറുതെ ആവും. അത് ശരിയാണ്, നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതി തേനെ. ഹലോ തേ, നീ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട ആ പമ്പക്കൊന്ന് വരുമോ? ആടാ, ഞാൻ വരാം. അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, സണ്ണിനോട് ചെങ്ങനോട് പറയണ്ടെന്ന് പറഞ്ഞേക്കേ. ഓക്കെ, ഞാനത് പറയാം. ഹലോടാ, നീ സണ്ണിനോട് ചെങ്ങനോടും ഇത് പറയണ്ട കേട്ടോ. ഇല്ലടാ, 2 കാർ എടുത്താൽ പോരെ, എല്ലാതും കൂട്ടിയിട്ട് വരണ്ട. കാരണം നമ്മൾ വരികെട്ടി പോവുകയാണെങ്കിൽ ഡൗട്ട് തുടങ്ങും. അങ്ങനെ പോവാം. ജാക്സാ, നീ സണ്ണും ചെങ്ങും വരികയാണെങ്കിൽ ഇതിന് പോയതാന്ന് പറയണ്ട. അവരെ കൊടുക്കോ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാ തോന്നുമെന്ന് പറഞ്ഞാൽ മതി. ആടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വെക്കോ. തേടാ, അവനവിടെ നിൽപ്പുണ്ട്. നമ്മളെല്ലാവരും കൂടി അവൻ്റെ അടുത്തേക്ക് പോവരുത്. എല്ലാവരും വേറെ വേറെ സൈഡിലോട്ട് പോയാൽ മതി. അവനെ കിട്ടിയ ഫേസിൽ പെപ്പർ സ്പ്രേ അടിച്ച് അവിടുന്ന് വേഗം സ്ഥലം കാലിയാക്കിക്കോണം. ഞങ്ങളെ കാത്ത് നിൽക്കണ്ട, ഞങ്ങൾ എങ്ങനെയല്ലോ അവിടെ എത്തിക്കൊണ്ട് ബാക്കി ഗോഡൗണിൽ വെച്ച് കാണാം. ആടാ, ഓക്കെ. മോൻക്ക് നമ്മളറിയോ? നല്ല വേദന ഉണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ? ഇതുപോലെ നീ ഒരുപാട് ഗേൾസിനെ ഇങ്ങനെ ഇരുത്തിയതല്ലേ, അപ്പോൾ അവരെത്ര സഹിച്ചു കാണും? നിനക്ക് നിൻ്റെ ഫേസിൽ ടാപ്പ് അയച്ചുതരാം. നിങ്ങളിതിനെ കെട്ടിയിട്ടേ? നിങ്ങളൊക്കെ ആരാ? നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ല. പിന്നെന്താ നിങ്ങളെ പ്രശ്നം? ഓഹോ, നമുക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചില ഗേൾസായിട്ട് നിനക്ക് വലിയ പരിചയമാവും അല്ലേ? എൻ്റെ കെട്ടുവിട്. ദാറ്റ്സ് മൈ ചോയ്സ്. അതൊക്കെ തന്നെ നിങ്ങൾ നോക്കുന്നേ? ഏടാ പന്നി, നിന്നെ പിടിച്ച് എത്ര ഗേൾസാടാ ഇവിടെയുള്ള? അല്ലടാ, നീ ആര്? എല്ലാവരും നിന്നെ പേടിച്ച് നടക്കാൻ. അവർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ നടക്കണ്ടേ? അവർ നിന്നെ പേടിക്കുന്ന പോലെ ഇനി നീ ഞങ്ങളെയും പേടിക്കണം. അപ്പം പിന്നെ പണി തുടങ്ങുകയല്ലേ നമുക്ക്? പിന്നെ അല്ല, നീയൊക്കെ ഉണ്ടല്ലോ നിരക്കിച്ച് ചാവണം ഓരോ ഗേൾസിനെ ആലോചിച്ച്. എന്നിട്ട് അവൻ പറയണം എന്നെ ഒന്ന് കൊന്നു താന്നു. നിന്നെപ്പോലെയുള്ളവർക്കൊക്കെ ഇതാണ് വേണ്ടത്. അപ്പം ഒന്ന് മോനെ ഇവിടെ ഇരി, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിശദീകരിച്ചൊന്ന് കാണാനുണ്ട്. ആ ടാപ്പ് ഒന്നും കൂടി അവരെ വായിൽ ചുറ്റണം, അല്ലെങ്കിൽ ഞങ്ങളെ ചെവിക്കൊരു സുഖം ഉണ്ടാവില്ല. എന്നെ ഇവിടുന്ന് അയക്ക്, എന്നെ ഇവിടുന്ന് വിടട പന്നികളെ.
സ്റ്റേഷന്റെ അടുത്ത് ആസിഡിൽ മുങ്ങിയ ഒരു മൃതദേഹം. കൊന്നത് ആരാണെന്ന് അറിയില്ല. അന്വേഷണത്തിലാണ്. ആളെ കൊലപ്പെടുത്തിയത് ക്രൂരമായാണ്. ആളെ മനസ്സിലാവാത്ത രൂപത്തിലാണ് കണ്ടെത്തിയത്. ജനങ്ങൾ കണ്ട് പറയുന്നത് ഫിറോസ് ആണെന്നാണ്. ഫിറോസ് പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് ജയിലിലായിരുന്നു 2 വർഷം. ഇപ്പൊ ഇതാ 2 മാസത്തിന് ശേഷം ആൾ ഇറങ്ങിയതാന്ന് അറിഞ്ഞത്. ഇപ്പൊ കണ്ടതോ ഈ നിലയിൽ. ആ ആള് തന്നെയാണോന്ന് വ്യക്തമായി മനസ്സിലായിട്ടില്ല. അന്വേഷണത്തിന് ശേഷം വീണ്ടും കാണാം. ഇങ്ങനെ നിങ്ങൾ എന്റെ പിന്നാലെ വന്ന? ഓ, എന്തായാലും നന്നായി. നല്ല പണി തന്നെ കിട്ടി. അങ്ങനെ തന്നെ ആവണേ ചത്തത്. പക്ഷെ എന്നാലും ഇത് കുറച്ച് കടുപ്പായില്ലേ. എന്നാലും ഇത് ഇങ്ങേർക്ക് വേണം, കുറച്ച് കൂടുതലാ. നീ എന്ത് ക്രൂരത്തിയാടി ഇങ്ങനെയൊക്കെ പറയുന്നു നീ? ഒന്നുകൂടി, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ് ഇന്നലെ ജസ്റ്റ് മിസ്സായേ. അതിന് അവൾക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ എന്താന്നും കൂടി അറിയില്ല. എന്നിട്ടാണ് അവളോട് പറയുന്നത്. ഇനി അവളെ തിന്നവരുണ്ടു. പിന്നെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തു പറയാനാ? ഓന്റെ പൊന്നു, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങളവിടെ ന്യൂസും കണ്ടിരുന്നു. ഞാൻ പോവോ കോളേജിക്ക്? പിള്ളേര് പോലിന്റെ ഒപ്പം. എന്തൊരു ബോറാണ് ക്ലാസ്. ശരിയാടി, വട്ടാവുന്നുണ്ട്. ഇങ്ങനെ ക്ലാസ് ആണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല. നീയല്ലേടി 2 കുറ്റി കൊട്ടുവന്ന്? അതൊക്കെ ദഹിച്ചക്കണ്. എനിക്ക് വിശക്കണ്ടി. വെള്ളം കടിച്ചിങ്ങ ക്യാൻറ്റീനിൽ പോവേന്ന് ഫുഡ് കഴിക്കാൻ. അതിന് ഇങ്ങനെ പ്രസംഗം കഴിയണ്ടേ? നോക്കടി, ജൂണി ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കണേ. അതെനിക്ക് അറിയണല്ലേ. അവള് ജനിച്ചു വീണതേ പുസ്തകത്തിലോട്ടാണ്. നമ്മളോ പഠിക്കൂല. പഠിക്കുന്നവരെയും പഠിക്കാനായിക്കൂല. അവളിരുന്ന് കുറ്റം പറയാ 3 ഇരുന്നിട്ട്. അവള് ക്ലാസ് ശ്രദ്ധിക്കുന്നോണ്ടാണ് എക്സാം എടുക്കുമ്പോ പോയിന്റ്സ് ഒക്കെ അവള് പറഞ്ഞേ. അവളും കൂടി ശ്രദ്ധിച്ചിട്ട് ഞാൻ എന്തെങ്കിൽ വട്ട പൂജാണ്. നമ്മളൊക്കെ എക്സാമിന്റെ തലേ ദിവസം പഠിക്കാൻ തുടങ്ങാം. അത് പഠിക്കാതിരിക്കുന്നത് തന്നെ ജൂണി നിർബന്ധിക്കണോണ്ടും. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ലേ, ഇവര് രണ്ടോ കുറ്റം പറഞ്ഞേ. അതെ. വെല്ലടിച്ച് ഓടിയോടെ വിശന്നിട്ടോയാ. എത്ര പെട്ടെന്ന് വെല്ലടിച്ചോ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഒന്ന് പോടി. മനുഷ്യ എങ്ങനെയാലും ക്ലാസ് തീർക്കാൻ നോക്കുമ്പോ അവൾ കുറച്ചും കൂടി ക്ലാസ് എടുക്കാഞ്ഞിട്ട് മര്യാദക്ക് വന്നോ. എന്നെ പഠിക്കാൻ വിട്ട സമയത്ത് ഞാൻ നല്ലപോലെ പഠിക്കണ്, നിങ്ങളോ കളിച്ച് നടക്കണ്. എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടായാൽ മതി. അല്ല, എക്സാം എഴുതണമെങ്കിൽ എന്റെ അടുത്തേക്ക് വരികയല്ലോ നിങ്ങള്. അപ്പൊ കാണിച്ചരാട്ടാ. എടി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പറയൂ. നമ്മൾ ഇന്നലെ കോളേജ് കഴിഞ്ഞ് പോകുമ്പോ ബസ് സ്റ്റോപ്പിൽ നിന്നില്ലേ? അപ്പോ ഒരു ചെറുക്കൻ എന്തോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോന്നൊരു ഡൗട്ട് ഉണ്ട്. ആളടിപൊളിയാ. ജൂണിക്ക് ക്രഷോ? നമ്മളിവിടെ വായ നോക്കി നടക്കുമ്പോ പറയൂ, എന്തിനാ ഇങ്ങനെ വായ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞ ഞങ്ങളിതുമാതിരി ഇതാക്കിയെന്നല്ലോ. അല്ല, പിന്നെ ഇയാളെ കണ്ടിരുന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞോ പ്രേമിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് ഇങ്ങനെ വെറുതെ വായ നോക്കുന്ന എന്തിനാന്നല്ലേ പറയലുള്ളൂ. ഇത് വായ നോട്ടല്ലടി, എനിക്ക് ശരിക്കും ക്രഷ് അടിച്ചതാ. സീരിയസ്? ശരിക്കും? അങ്ങനെയാണെ അങ്ങനെ നമ്മൾ ജൂണിക്ക് സെറ്റ് ആക്കിയിട്ടേ അടങ്ങൂ അല്ലേ? ഓഫ് കോഴ്സ്, അതിനൊരു ഡൗട്ടും വേണ്ട. ഡി, നീ എന്താടി ഒന്നും പറയാത്ത? എന്തോന്ന്? ആദ്യം നീ ആ വായിലുള്ള ഇറക്ക്, എന്നിട്ട് പറ. ഞാനും ഒപ്പം ഉണ്ടാവും സെറ്റ് ആക്കാനാണ് ഉദ്ദേശിച്ചേ. അങ്ങനെ പറ. നീ ആ ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ടിട്ടുള്ളൂ, പിന്നെ നീ കണ്ടിട്ടില്ല. എങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കും? അതാടോ സീന്. നമ്മൾ കൊറേ ആയില്ല ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോഴൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ മാത്രം ഞാൻ കണ്ടേ. അപ്പൊ ഇനിയും ഉണ്ടാവോന്ന് അറിയില്ലല്ലോ. ഉണ്ടായാ മതിയെന്ന്. കാണുകയാണെങ്കിൽ അയാളെ പിന്നാലെ വിടണം. അത് ശരിയാ, വീട് കണ്ടുപിടിച്ചാ പിന്നെ പണിയില്ലല്ലോ. പിന്നെ കോളേജ് കഴിഞ്ഞാ വേഗം ബസ് സ്റ്റോപ്പൊക്കെ വരണേ. ഈ ടൈം എത്രയായി? എടാ, നമുക്ക് ഗസ്റ്റ് ഹൗസ് പോയാലോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അല്ല, ജിന്ന എവിടെ?
ബാക്കിയുള്ളവർ അവരവരുടെ റൂമിലുണ്ടാവും. ജിന്നു നേരത്തെ കാറെടുത്ത് പോകണുണ്ടിരുന്നു. എന്താണെന്ന് ചോദിക്കാൻ ഞാൻ വിട്ട്. എന്താ അവനെ വിളിക്കണോ? ആ, നീയൊന്ന് വിളിച്ചു നോക്ക്. എന്തിനാ പോയെന്ന് അറിയാലോ. ബാക്കിയുള്ളവരൊക്കെ ഞാൻ വിളിക്കാം, നീ ജിന്നിനെ വിളിക്ക്. ആടാ, ഓക്കെ. നീ വിളിച്ചിട്ട് പോര്. ഹലോ. ആ, പറ. നീ എവിടെടാ? നീ എങ്ങോട്ടേ പോയത്? ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പിലോ? നീ ഇതിനെ ബസ് സ്റ്റോപ്പിൽ പോയേ? കാറിന് എന്തെങ്കിലും പറ്റിയോ? നിന്റെ അടുത്ത് കാറില്ലേ? കാറിനൊന്നും പറ്റില്ല. എടാ വെക്കട മോനെ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വെക്കല്ലേ ഡാ, പറഞ്ഞിട്ട് പോടാ. എടാ പന്നി, അത് കേൾക്കാനൊരു സമാധാനം ഉണ്ടാവില്ല. പന്നി വെച്ച് എന്താടി അങ്ങേരടി, ഞാൻ പറഞ്ഞ അങ്ങേരടി. ഇങ്ങേരാണ് ആള്. ലുക്കണ്ടടി, കോളടിച്ച് മോളെ. അപ്പൊ ഞാൻ പോയി ചോദിക്കണോ? ഇപ്പൊ പോയി ചോദിക്കല്ലേ? അതന്നെ, ഇപ്പൊ തന്നെ പോയി ചോദിക്കണ്ട. ഇന്നലെ ഇന്നും ഉണ്ടായില്ലേ, ഇനി ഇന്നും ഉണ്ടാവുമായിരിക്കും. അല്ല, ഇന്നിങ്ങനെ പിന്നാലെ പോവാലോ. അമ്മേതോ വന്നേക്കുന്ന്. അങ്ങോട്ട് പോയി സംസാരിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും വിചാരിക്കും. സംസാരിക്കണോ? അത് വേണ്ട. അയ്യോ വേണ്ട, ഉണ്ടാണ്ടിരിക്കാം. എടി അങ്ങേര് എന്നെ നോക്കണ്ട്. എനിക്ക് തോന്നണം എന്നെ കാണാൻ വന്നേന്നാ തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും വലിയ കോട്ടും സുട്ടൊക്കെ ആള് ബസ് സ്റ്റോപ്പ് കാത്തുക്കോ? അല്ലടി, നമുക്ക് എങ്ങനെ ഫസ്റ്റ് കമ്പനി ആയാലോ? ജസ്റ്റ് പേരൊക്കെ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ജസ്റ്റ് അറിയാം. പിന്നെ പിന്നെ ഇവരിങ്ങനെ ഇഷ്ടമായിക്കോളല്ലോ. എടി ഒന്ന് പോയി ചോദിക്കടി, നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് ആവാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായടി. പ്ലീസ് എടി, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി ചോദിക്ക്. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ഇഷ്ടമാന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റാക്കി തരായിരിക്കോ? ഞാൻ പോയി ചോദിക്കാം. നീ ജാടിട്ട് നിൽക്കണ്ട, ജസ്റ്റ് ഫ്രണ്ട് ആവാ. നമ്മൾ പറയായിരുന്ന ചിലപ്പം കിട്ടിയില്ലെങ്കിലോ? നമ്മളത് ജൂണിക്ക് സെറ്റാക്കിയിട്ട് വേറെ കാര്യമുള്ളൂ. ആ, അത് ശരിയാണ്. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരില്ലല്ലോ. ഇപ്പൊ തന്നെ പോവാതെ പിടിക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. വാ. എടി, അത് വേണോ? എനിക്ക് പേടിയാവുന്നുണ്ട്. നിനക്ക് അവിടെ വേണോ? ആ, വേണം. എന്നാ മിണ്ടാണ്ട് വാ. എക്സ്ക്യൂസ് മീ. യെസ്. ജസ്റ്റ് കമ്പനി ആവാൻ താല്പര്യമുണ്ടോ? ഓ, അതിനെന്താ? അങ്ങനെയൊക്കെയാണല്ലേ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എൻ്റെ ഇവിടെ അടുത്താണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ജസ്റ്റ് സംസാരിച്ചിരിക്കാം. ഏതായാലും നമ്മളിപ്പോൾ കമ്പനി ആയതല്ലേ. ഓ, അതിനെന്താ, ഞങ്ങൾ വരാം. ബസ് വരാൻ ടൈമായി. ഈ ബസ് പോണ സ്റ്റോപ്പിൽ തന്നെയല്ലേ നിങ്ങളെ വീടും? അല്ല, ബസ്സിൽ വേണ്ട, എൻ്റെ കാറുണ്ട് അവിടെ, അതിൽ പോവാ. കാറോ? കാറുണ്ടായിട്ടാണ് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്? അതൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ വന്ന് നിന്നതാ. ഇന്നലെ ഞാനിവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ ഇന്നും വന്നെന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല, വെറുതെ വന്നതാ. ഓ ശരി, എന്നാ പോവാ. ഇതാണ് ഞങ്ങളെ ഗസ്റ്റ് ഹൗസ്. ഇത് ഗസ്റ്റ് ഹൗസോ? അപ്പൊ നിങ്ങൾ ശരിക്കുള്ള ഇവിടെ എങ്ങനെയായിരിക്കും? ഓ മൈ ഗാഡ്, ഞങ്ങൾ ആദ്യമായിട്ട് എത്ര വലിയ ഹൗസ് ആണെന്ന്. നിങ്ങളകത്തേക്ക് വാ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ. നിങ്ങളുടെ പാരന്റ്സ് ഒന്നും ഇവിടെ ഇല്ല? ഞങ്ങൾക്ക് അങ്ങനെ പാരന്റ്സ് എന്ന് പറയാൻ വേണ്ടിട്ട് ആരുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് ഇവിടെ പോണ്. അപ്പൊ ഫുഡൊക്കെ നിങ്ങൾ എല്ലാരും കൂടിയാണ് ഉണ്ടാക്കാറ്? ഫുഡ് ഇവിടെ ആദ്യം ഒരു ചേച്ചി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവർ മാരേജ് കഴിഞ്ഞതാ. അവരെ വൈഫും ഫുഡ് ഉണ്ടാക്കും. അവർ വന്നപ്പോൾ ആ ചേച്ചി ഞങ്ങൾ പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങളും ഉണ്ടാക്കും, അവരും ഉണ്ടാക്കും. അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണ്. പിന്നെ ഞങ്ങളിപ്പോൾ ജാക്സൺ എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അവനും ഇതേമാതിരി ഫുഡൊക്കെ ഉണ്ടാക്കും, ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കും. ബട്ട് ഇവിടെ എല്ലാം നിൽക്കുന്നത് ഞങ്ങളൊപ്പമല്ല. അവന് ഫ്രീ ടൈം ആകുമ്പോൾ ഞങ്ങളൊപ്പം വരും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അവന് വൈഫും കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവൻ്റെ വീട്ടിലായിട്ടാണ്. പിന്നെ ആവശ്യങ്ങൾക്കൊക്കെ ലൈക്ക് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചില്ല ചെയ്യാനൊക്കെ വേണ്ടി വരും. ഫ്രണ്ട്സ് അല്ലേ. ശരി, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. നിങ്ങൾ വാ, നമുക്ക് അകത്തേക്ക് പോവാം.
അല്ല ഇതാരൊക്കെയാ? അതൊക്കെ പറയാം. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ, എല്ലാവർക്കും കൂടി പറയാം. ബാ. ഓ ശരി, എല്ലാരും നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മേ എന്താടി ജിമിനേട്ടൻ വെറുതെ ആള് ടോട്ടിക്ക. അല്ല ഇതാരൊക്കെയാ? അത് ജിന്നേട്ടൻ കൊടുന്നാടി. അത് ശരി. ഹലോ ഹായ്. ഹലോ വരൂ നമുക്ക് അകത്തേക്ക് പോവാം. ഇനി ജിന്നേട്ടൻ അവിടെ എത്തിക്കാണോ? നമ്മളിപ്പോ വരുന്ന വിചാരിച്ച് നിക്കുന്നുണ്ടോ അവിടെ? വന്നോ? അല്ലടാ, നീ എന്തിനാ ബസ് സ്റ്റോപ്പ് പോയേ? അതൊക്കെ ഞാൻ പറയാം, അവരിപ്പോ വരും. അവര് വരും? ആര് വരുന്ന കാര്യം നീ പറയുന്നേ? അത് കുറച്ച് ഗേൾസാ. ഗേൾസോ? നീ പെണ്ണുപിടുത്തം തുടങ്ങിയടാ പന്നി. ഒന്ന് പോടാ. അതൊന്നുമല്ല, അവര് വന്ന് പോയതിനു ശേഷം ഞാൻ പറയ കാര്യങ്ങള്. എന്നിട്ട് അവരെവിടെ? അവര് വരൂടെ. നിങ്ങൾക്ക് എന്തെത്ര മുട്ടല്? അവര് വരും, ലേറ്റ് ആക്കിപ്പോ വരും. വന്നാ മതി. എടാ മോനെ ജിമിനെ, നോക്കണ്ട, നമ്മള് സെറ്റാണ്. അവരായിട്ട് സംസാരിക്കുന്ന കണ്ട അറിയാലോ, ഇന്നത്തെ കിടത്തം താഴത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലപോലെ നിന്നോ. നമ്മളേതായാലും വെട്ടിയില്ലേ, ഇനി ഇവരും പെടട്ടെ. പിന്നെ എന്റെ ഭർത്താവേ, ഒന്ന് അപ്പുറത്തെ റൂമിലേക്കൊന്ന് വരുമോ? അപ്പുറത്തെ റൂമിലോട്ടോ? വിളിച്ചാ പോരെ, ഞാനിപ്പ വരാം. നിങ്ങൾ സംസാരിക്കും, ഞങ്ങളിപ്പോ വരാം. വേഗം വാ, നിൽക്കും ഞാൻ. നിങ്ങളിവിടെ ഞാനിപ്പോ വരാട്ടോ. ആ ശരി. ഹായ്. ഹലോ, നിങ്ങൾ ഇങ്ങോട്ട് ഇരി. ഹലോ, നിങ്ങൾ എന്തൊന്നും സംസാരിക്കാത്തെ? പിന്നെ നിങ്ങളെങ്ങനെയാ ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് ഒരു വീടൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണല്ലോ? സ്റ്റോറി അറിയാൻ പറ്റുമോ? അതിനെന്താ, പറയാലോ. നീ എന്തിനാടി പെണ്ണെ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? എന്താ, കിസ് വേണോ? ചോദിച്ചാ പോരെ, ഞാൻ തരൂലേ. നാണല്ലാത്തവനെ, കിസ് നാളെ മറ്റവൾക്ക് കൂടെ കൂടെ. നിങ്ങൾ എന്തേടും പറഞ്ഞു പട്ടി? അവരോട് നിങ്ങൾ എന്തേ പറഞ്ഞ? ഞങ്ങളും പെട്ടിയിലെ നിങ്ങളും പെടുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ശല്യമാണോ മാറി? എടി, ഞാനങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മൾ ഫ്രണ്ട്സിനോട് അങ്ങനെ തമാശ രൂപത്തിൽ പറയില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതാ. അല്ലാതെ നിന്നെ ഞാൻ അങ്ങനെ പറയോ? നീ അല്ല എൻ്റെ ലൈഫിൽ, എൻ്റെ എല്ലാം നീയാണ്. ഞാൻ അങ്ങനെ പറയോ? അല്ല, നീ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ നീ അതെങ്ങനെ കേട്ടെ? ഞാൻ അവരേറ്റ് വരുമ്പോ കേട്ട്. നിങ്ങൾ എന്നേറ്റ് മിണ്ടണ്ട. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളൊപ്പം ഞാൻ ഇറങ്ങി വന്നതല്ല മനുഷ്യ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയണം. നിങ്ങൾ ഇന്ന് എൻ്റെ ഒപ്പം കെടുക്കണ്ട. നിങ്ങൾ താഴെ അല്ലെങ്കിൽ ആ സോഫ പോയി കിടന്നോ. എന്നെ തൊടാൻ എങ്ങാനും വന്നാൽ നിങ്ങളെ ഞാൻ കൊന്നു കുഞ്ചിട്ട് മൂടും. നോക്കിക്കോ, ഈ ഞാനാ പറയുന്നത്. എടി, നീ അങ്ങനെ കടുത്ത തീരുമാനം എടുക്കാതെ. ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ. എടി, നിനക്ക് അറിയുന്ന തന്നെയല്ലേടി, എനിക്ക് നിന്റെ ഒപ്പം കിടന്നതിന് ഉറക്കം വരൂലെന്ന്. എടി, ഒന്ന് മനസ്സിലാക്കടി. നീ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കല്ലേ. സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. തമാശ ഫണ്ണി. ഇനി എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ചിലവർ താഴെ കിടന്നാ മതി, അല്ലെങ്കിൽ സോഫമേ. ഞാൻ കെട്ടുമെന്ന് മാറിത്തരൂല. എനിക്ക് ഊരവേദനന്റെ അസുഖമുള്ളത് കൊണ്ട് ഞാൻ മാറിത്തരില്ല. അതുകൊണ്ട് എൻ്റെ ഒപ്പം കട്ടുമ്പോൾ കെടുക്കാൻ വരണ്ട. എന്നെ തൊടാനും പാടില്ല ചിലവർ. ഇനി ഞാൻ പോവുകയാണ്. എന്നെ മെയിൻറ്റ് ചെയ്യേണ്ട ചിലവർ. എനിക്കിഷ്ടമല്ല ചിലവരെ വിശ്വസിച്ചതാണ് എൻ്റെ കുറ്റമായി പോയത്. ചിലവരോട് ഞാൻ വീണ്ടും പറഞ്ഞു, എന്നോട് ഇനി മെയിൻറ്റ് ചെയ്യരുത് ചിലവർ. ഞാൻ പോവുകയാണ് ചിലവരെ. ബൈ. എടി, നീ എന്താടി ലീവ് ലെറ്റർ ചെയ്തേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കണ്ടോ, ചിലവർ ചിരിക്കുന്നു. ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ ചിലവർ ഇരുന്ന് ചിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. ഇനി മുതൽ ഞാൻ ഇങ്ങനെയേ സംസാരിക്കൂ ചിലവരോട് മാത്രം. എനിക്ക് ചിലവരോടൊന്നും പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പോവുകയാണ്. ലീവ് ലെറ്ററോ ലവ് ലെറ്ററോ എന്തോ ആണെങ്കിലും ഞാൻ എഴുതും ചിലവരോട്.
ചിലരോട് ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. ഇനി എനിക്ക് ആ ഒരാള് ചിലവരാണ്, വേറെ ആരോ ആണ്, എനിക്ക് ആളെ അറിയത്തേ ഇല്ല. ഞാൻ പോവുകയാണ്, അവരെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എടി നീ പോവല്ലേ? ഏത് നേരത്താണോ പറയാൻ തോന്നിയത്. നീനായിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ചെല്ല് വെയിറ്റ് ആൻഡ് സീ മോളെ. ഞങ്ങൾ 10th തൊട്ട് ഒപ്പമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻട്രസ്റ്റിംഗ്. കഥ പറയട്ടെ. ഞാൻ തന്നെ അങ്ങ് തുടങ്ങാല്ലേ കഥ പറഞ്ഞിട്ട്. ആടാ നീ തുടങ്ങ്. ഈ 10th എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സംഭവാക്കി നടന്ന കാലമായിരുന്നു അന്ന്. ഫുൾ A+ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹം വെച്ചിട്ട് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ വെച്ചിട്ട് എന്തായാലും നടക്കില്ല. കാരണം അത്രക്കും തള്ളിപ്പുള്ളി ടീംസായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്, എൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ വേറെ സ്കൂളിലോട്ട് പോയി. അവിടെ നിന്നാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അഡ്മിഷനൊക്കെ എടുത്ത് സെറ്റായി. എന്നിട്ട് ക്ലാസ്സിലൊക്കെ പോയിരുന്നു. അപ്പം ഞാൻ ആദ്യം കണ്ട മുതലായിരുന്നു ഈ ജിമിന്. ഹായ്, ഹലോ, ഞാൻ പാർക്ക്മീൻ. ഞാൻ കിംതെ. പുതിയതാണോ? നീയോ? ഞാനും പുതിയതാ. മുന്നോടെ പഠിച്ചിരുന്നേ? ഞാൻ HSM-ൽ. എന്താ ഇങ്ങോട്ട് മാറാൻ കാരണം? ഇങ്ങോട്ട് മാറാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ എനിക്ക് വല്ലാതെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ സ്കൂളിൽ വന്നാൽ ഫ്രണ്ട്സിനെ കിട്ടിയാലോ എന്ന് വിചാരിച്ചു. നീ എങ്ങനെ മാറിയേ? എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫ്രണ്ട്സ് കൂടിപ്പോയ കുഴപ്പമായിരുന്നു. അവർ ഒരു തല്ലിപ്പൊളി ഇതായിരുന്നു. എനിക്ക് പഠിക്കണം എന്ന് തോന്നിയപ്പോൾ വന്നു. 10th അല്ലേ, കളിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറിയതാണ്. ഒരു ഫുൾ അടിപിടി. എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയതാണ്. അത് ശരി, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാഞ്ഞിട്ട് നിനക്ക് ഫ്രണ്ട്സ് കൂടിപ്പോയിട്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയാലോ. ഞാനങ്ങനെ അടിപിടിക്ക് നിൽക്കുന്നില്ല. അതിനെന്താ ആവാലോ. ഫ്രണ്ട്സ്. ഹായ്. I am Jeonjung. I am Kimte. I am പാർക്ക്മീൻ. ന്യൂ അഡ്മിഷൻ അല്ലേ? അതെ. ഇങ്ങോട്ട് ചേരാനുള്ള കാരണം അത് ഞങ്ങൾ പുതിയ വീടെടുത്തതാ. അപ്പോൾ അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വീടിൻ്റെ അടുത്തായിട്ട് സ്കൂളിൽ ചേർന്നതാ. അങ്ങനെ. ബാക്ക് ബെഞ്ചുള്ളവർക്ക് ഭയങ്കര ചാടയാന്ന് തോന്നുന്നു. ഒന്ന് ചിരിക്കുന്ന കൂടില്ല. ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ലടാ, ഇനി മുതൽ അവർ നമ്മൾ ശത്രുവായിരിക്കണം. അതന്നെ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നു. എന്നിട്ട് ജിമിന് ഒരു മിനിറ്റ്, ഫോൺ അടിക്കുന്നു, ഇത് നിർത്തിട്ട്. ഹലോ. എൻ്റെ നമ്പർ നീ അങ്ങ് ബ്ലോക്കാക്കിയാ ഞാൻ നിന്നെ തേടി വരില്ല എന്ന് നീ കരുതിയോ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? നിങ്ങൾ ഞാൻ എന്തെങ്കിലും ചെയ്തോ? എന്ത് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന പൊന്നെ? എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. നീ എൻ്റെ ലൈഫിൽ വേണം. നീ എവിടെ പോയാലും അവിടെ നിന്ന് ഞാൻ കണ്ടുപിടിച്ച് വരും. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അവൻ നിന്നെ വീണ്ടും വിളിച്ചോ? എന്നെ വേണമെന്നൊക്കെ പറയുന്ന ആരാ? അതൊരു നാറിയ. നീ കരയാണ്ടിരി. അയാളെ ഡീറ്റെയിൽസും ആരാന്നൊക്കെ പറ, ഞങ്ങൾ നോക്കിക്കോളാം. അത് വേണ്ട. നിങ്ങൾ അങ്ങേരെ മുന്നിൽ കൊണ്ട് ചാടിക്കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. നീ ആരാന്ന് പറ. പറയാ. നീ പറ, കരയാണ്ട് പറ. ഞങ്ങളങ്ങനെ ശിക്ഷ ചെയ്തവരൊന്നും വെറുതെ വിട്ടിട്ടില്ല. എന്ന് വെച്ചാ അവരെ കൊല്ലുന്നു? അങ്ങനെയല്ല, നിക്കാരും പറ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും കൂടെ ഒരു വീട്ടില് സമാധാനമായി ജീവിക്കായിരുന്നു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എനിക്ക് പറയാൻ താല്പര്യമില്ല. അച്ഛൻ ഞാൻ പറയാം. അച്ഛൻ എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. എൻ്റെ അമ്മ എത്ര സഹിച്ചത്. അച്ഛൻ അമ്മയോട് പറയാ, നിനക്ക് ജീവിക്കണമെങ്കിൽ നിന്റെ മോളെ
ഞാൻ ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന ഒരച്ഛൻ പറയുന്ന വാക്കാണ്. ഞാൻ എൻ്റെ സ്വന്തം അച്ഛനാണത്. ഒരച്ഛൻ പറയുന്ന വാക്കാണ്. അവളെ ഞാൻ എൻ്റെ ഭാര്യയെക്കാൾ ഞാൻ അവളെ സ്നേഹിക്കുന്നു. അതിന് നീ തടസ്സം നിൽക്കരുത്. എനിക്ക് നിന്നെക്കാളും താല്പര്യം എൻ്റെ മോളെയാണ്. അമ്മ കഥ കേട്ട് ഒരുപാട് കരഞ്ഞു. അമ്മ അതിനെ എതിർത്തു. അച്ഛനെടുത്തു. അച്ഛനമ്മയെ തല്ലി കൊന്നു. എന്റെ കൺമുന്നിൽ വെച്ച് അമ്മ ജീവന് വേണ്ടി പറയുമ്പോ ഞാൻ എൻ്റെ അമ്മേന്റെ അടുത്ത് ചെന്നു. എൻ്റെ അച്ഛൻ എന്നെ ഉപദ്രവിക്കാൻ വന്ന് ഞാൻ അവിടെ ഓടി. എൻ്റെ അയൽവാസിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞത്. ആ ചേച്ചി പോലീസുകാരെ അറിയിച്ച് അമ്മ മരിച്ചെന്താ, അമ്മ മരിച്ചു. അതിനുശേഷം ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. പിന്നെ ഞാൻ പഠിച്ച് ഇവരൊപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇവരെ എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ കണ്ട. ഇവരൊപ്പം ഞാൻ നിന്നു. അതിന് ശേഷം എന്നെ വിളിച്ചു വൃത്തിവിട്ട വാക്കെല്ലാം പറഞ്ഞു. ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു അച്ഛൻ്റെ. പിന്നെതാ ഇത് വന്നേക്കുന്നു. എങ്ങനെയാ എന്നെ വീണ്ടും വിളിക്കുന്നു. എന്നെ വെറുതെ വിട്ടൂടെ. ഞാൻ ഒരു മോളല്ല. എൻ്റെ അമ്മ കൊന്നത് പോരാഞ്ഞിട്ടാണ് ഇങ്ങേർക്ക്. നീ കരയല്ലേ? നീ കരയാണ്ടിരി. ഇതിനുള്ളത് ഞങ്ങൾ കൊടുത്തോളാം. നീ സങ്കടപ്പെടാതെ ഇരിക്കുക. എല്ലാവരുടെ ലൈഫിലും ഒരു സാഡായിട്ടുള്ള സംഭവം ഉണ്ടാവും. അത് നീ അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. വിധികളല്ലേ. പിന്നെ ഇനി നിന്നെ അങ്ങനെ ശല്യം ചെയ്യില്ല. ഇനി നീ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് നീ ചെയ്യുമ്പോൾ കണ്ടോ. നീ കരയാണ്ടിരി. ഇനി അങ്ങേര് നിന്റെ 7 അയലത്ത് പോലും വരില്ല. നീ കണ്ടോ. നീ കരയല്ലടോ. ഇല്ല, ഇനി അവള് കരയൂല. അവള് ഗുഡ് ഗേളാ. അല്ലേ? കരയില്ല. ഇനി നീ കരയാണ്ടിരി. ഇനി നമ്മൾ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ വീണ്ടും വിളിക്കുന്നു. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്. ആ കോളിട്. എന്നിട്ട് സംസാരിക്ക്. നമ്പർ ഒരിക്കലും ബ്ലോക്ക് ചെയ്യരുത്. ബ്ലോക്ക് ചെയ്താൽ അങ്ങനെ കിട്ടൂല. നീ നല്ലപോലെ സംസാരിക്ക്. ദേഷ്യത്തിൽ സംസാരിക്കല്ലേ. നമുക്ക് കുറച്ച് പണിയുണ്ട്. ഹലോ. എന്താണ് നിനക്ക് ഫോൺ എടുക്കാൻ ഒരു മടി? ഒന്നുമില്ല. ദേഷ്യത്തിൽ സംസാരിക്കല്ലേ. ഒന്നുമില്ലേ? ഇല്ല. ഓ, നീ ഇപ്പൊ ഭയങ്കര കൂളാളോ. എനിക്ക് നിന്നെ കാണാൻ തോന്നുവാ. എന്നെ ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. കൂൾ കാണാന്ന് പറ. എന്തിന്? നീ പറ, പേടിക്കാതിരി. അങ്ങനെ അവസാനത്തെ കാഴ്ചയായിരിക്കും. എവിടെ വെച്ച് കാണണ്ടേ? ഓ, അപ്പൊ നിനക്ക് എന്നെ കാണാൻ തോന്നുന്നുണ്ടല്ലേ? ഞാൻ പറയുന്ന സ്ഥലത്ത്. ഞാൻ കൊച്ചിയില് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നീ അങ്ങോട്ട് വാ. ലൊക്കേഷൻ ഞാൻ സെൻഡ് ആവും. എന്ത് പറയുന്നു? കാണാന്ന് പറ. ഞാൻ വരാം. ഓ, ഗുഡ് ഗേൾ. എന്നാ മോള് വെക്ക്. എനിക്ക് വേറെ കേസ് ഉണ്ട്. ഓക്കെ, ലവ് യു ബേബി. കോള് കട്ടാക്കിയോ? കട്ടാക്കി. എന്നാൽ ഞാൻ അങ്ങനെ മോളായി ജനിച്ചല്ലോ. അതാണ് എനിക്ക്. ഇനി നീ നാളെ അങ്ങേരെ കാണാൻ പോ. എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിന്? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ കൂടെയുണ്ട്. നീ ഒരിക്കലും പേടിച്ച് അങ്ങേരോട് സംസാരിക്കരുത്. നീ അയാൾ പറയുന്നത് പോലെ ചെയ്യുക. പിന്നെ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യുക. ഞാൻ ശരിക്കും എന്താ ചെയ്യണ്ടേ?
നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നീ അങ്ങേര് വിളിക്കുന്ന സ്ഥലത്തേക്ക് പോവും, ഒപ്പം ഞങ്ങളും വരും. പിന്നെ നീ സേഫ്റ്റിക്ക് ഒരു തോക്ക് കയ്യിൽ കരുതണം, അത് ഞങ്ങൾ തരാം. ഗണ്ണോ? നിങ്ങൾ ഗണ്ണ് യൂസ് ആക്കാറുണ്ടോ? അല്ല, അത് യൂസ് ആക്കാനല്ല, വെറുതെ സേഫ്റ്റിക്ക് ഞങ്ങൾ കൊണ്ടേ നടക്കുന്നതാ. ഞങ്ങൾക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട്, എന്തൊക്കെ സമയം കിട്ടുമ്പോൾ പറഞ്ഞു തരട്ടെ. അതിൻ്റെ ഭാഗമായിട്ട് ഇതും അങ്ങനെ കണ്ടാൽ മതി. ഓഫ്, ഞാനങ്ങ് ഇല്ലാണ്ടായി. എന്തിന്? അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ കയ്യിൽ തോക്കുന്ന എൻ്റെ കൈ വിറക്കും. നീ അതിനത് യൂസ് ചെയ്യണ്ട, നീ അത് വെറുതെ കൈ പിടിച്ചാൽ മതി. എന്നാലും ഒരു എന്നാലും ഇല്ല, നീ അത് പിടിച്ചാൽ മാത്രം പോരെ. എന്നാ ശരി, ഓക്കെ, പറഞ്ഞ പോലെ ഞങ്ങൾ പോട്ടെ. ടൈം എത്രയായി? 6 മണി ആവാനായി. ഇനി ഞങ്ങൾ പോട്ടെ, പിന്നെ കാണാം. ഏയ് പോകരുത്, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ഫുഡ് ഓർഡർ ചെയ്ത? ഞങ്ങൾ രാവിലെ തന്നെ ഉച്ചക്കൊക്കെ രാത്രിക്കൊക്കെ ഉണ്ടാക്കി പോരുന്നതാ. ഞങ്ങൾക്ക് അറിയുന്നല്ലേ ഞങ്ങളൊരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ ഉണ്ടാക്കി വെക്കുന്നതാണ്. അല്ല, ക്ലാസ്സിന് വരുന്നതിന്റെ മുന്നേ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇനി നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓർഡർ ചെയ്തു. ഇനി ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാ ഞങ്ങൾ പോവാണേ. ഞാൻ കൊണ്ടാക്കി തരാം. അല്ലടാ, അത് വേണ്ട, ഞാൻ കൊണ്ടാക്കി കൊടുക്കാം. നീ ഇവിടെ ഇരി. നിങ്ങൾ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഞാൻ കൊണ്ടാക്കി കൊടുക്കാം. അവർക്ക് വീട്ടിൽ സേഫ് ആയിട്ട് എത്തണമെങ്കിൽ ഞാൻ കൊണ്ടാക്കണം. ഞാനല്ല അവരെ ഇങ്ങോട്ട് കൂടുന്നേ, അപ്പം ഞാൻ കൊണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൊണ്ടാക്കി കൊടുക്കടേ. ഞങ്ങൾക്ക് വരെ ഫാൻസോ? ഞങ്ങൾ ആരാക്കിയില്ല, ഞങ്ങൾ വീട്ടിലെത്തിയാൽ മതി. ഞാനാക്കി തരാം. ചെല്ല് ചെല്ല്, ഒന്ന് പോടാ തെണ്ടി നാറി ചേറ്റ പാട്ടി. നീ ഇവനായിട്ട് ഞാൻ നോക്കുന്ന ആളെ നോക്കുവോ? എന്നാവണേ ഞാൻ കൊന്നിട്ട് മൂടും. എന്നാ ഞാൻ പോയി ഇവരെയൊക്കെ കൊണ്ടാക്കിയിട്ട് വരാവേ. ബായ്. ഒന്ന് വരുവോ? ദേ ഞാൻ എത്തി, നിങ്ങൾ കാറിൽ പോയിരുന്നോ? എന്താ? ഓഫ്, കലിപ്പിലാണോ? ആണെങ്കി ആ കലിപ്പ് മാറ്റാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ മറ്റവൾക്ക് കൊണ്ടുവിടും. അതിനെനിക്ക് മറ്റവളില്ലല്ലോ. അപ്പൊ മറ്റവൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റവൾക്ക് കൊടുക്കുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല. ആ, ചിലപ്പം കൊടുത്തുന്നൊക്കെ വരും. ഇപ്പൊ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിന്നെ എടുത്തോളാം. ഞാൻ പറഞ്ഞു, ആ സോഫമ്മ പോയി കെട്. ഇപ്പൊ എന്തോ സോഫമ്മ കെടുക്കാനൊരു മൂടില്ല. എനിക്കിപ്പോ നിന്റെ ഒപ്പം കെടുക്കാനാ മൂട്. നിങ്ങളെ മൂട് ഞാൻ വലിച്ചെടുക്കും. ശരിക്കും എന്നാ വാ, എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, ഇങ്ങനൊരു മനുഷ്യൻ. അവളോട് വരാൻ പറയല്ലേ? ആടാ, നീ പറ. മറ്റവരോടൊന്നും വരണ്ടാന്ന് പറയല്ലേ? അവർ വരണ്ടടാ. നീ എന്നാ വേഗം പോയി വിളിക്ക്. ആ, ഞാൻ പറയാം. ഹലോ ഹലോ, നീ ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വാ. ലൊക്കേഷൻ ഞാൻ വിട്ടുതരാം. ബട്ട് എനിക്ക് ക്ലാസ് ഉണ്ട്. നിനക്ക് ഇന്നത്തെ ക്ലാസ് കട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും സീനുണ്ടോ? അത് ഇന്ന് കട്ടാക്കാം. ഇന്ന് ഞാൻ അവരോടും കൂടി വരാൻ പറയല്ലേ? അത് വേണ്ട, നീ വന്നാ മതി. നീ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അതെന്തിനാ? എനിക്ക് ഒറ്റക്ക് വരാൻ പേടിയാ. നീ പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഞങ്ങളില്ല ഇപ്പൊ. അതുണ്ട്, ബട്ട് എനിക്ക് പേടിയാ. അവരെന്റെ ഒപ്പം ഉണ്ടാവുമ്പോ ഒരു സമാധാന. എന്നാ അവര് വന്നോട്ടെ, ബട്ട് അവര് കാറിലിരിക്കേണ്ടി വരും. എന്നാ നിങ്ങള് വേഗം വരാൻ നോക്ക്. ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവള് പറഞ്ഞു അവൾക്ക് പേടിയാണ്, അവളെ ഫ്രണ്ട്സും കൂടെ കാണുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോരെന്ന് പറഞ്ഞു. ഓ അത് ശരി, അവര് വന്നോട്ടെ.
പിന്നെ അവൾക്കും പേടിയുണ്ടാവും. നമ്മൾ ഇന്നലെ കണ്ടതല്ലേ, നമ്മൾ 7 ആൾക്കാരില്ലേ, അപ്പം ഒരു ധൈര്യത്തിന് അവരെ വിളിച്ചതാവും. ആ ഇനി ഇറങ്ങാം. നിങ്ങൾ ഒരുപാട് നേരമായോ വന്നിട്ട്? ഇല്ല, ഇപ്പത്തിയുള്ളൂ. നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ കണ്ടറിയാം. നിങ്ങളെന്തായാലും വാ, നിങ്ങൾ വണ്ടിയിലിരിക്കാം. ഞാൻ ലോക്ക് തുറന്നുതരാം കാറിൻ്റെ. ശരി. ഇനി ഞാനെന്താ ഇപ്പം ചെയ്യണ്ടേ? നീ അങ്ങേർക്ക് വിളിക്ക്. പിന്നെ അങ്ങേരെ പിന്നെ നിനക്ക് വിളിച്ചിരുന്നോ? എനിക്ക് ഒരുപാട് വിളിച്ചു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ഫോൺ. ഇന്ന് രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് കോൾ ഉണ്ടായിരുന്നു. എനിക്ക് പേടിയാവുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് കളിച്ചോ. അങ്ങനെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. ഏയ്, ആ കാര്യത്തിൽ നീ പേടിക്കേ വേണ്ട. അങ്ങേർക്കെന്നല്ല, ഈ ലോകത്തുള്ള ആർക്കും ഞങ്ങളുമായി മുട്ടി നിൽക്കാൻ പറ്റിയിട്ടില്ല. അതിന് നടക്കത്തുമില്ല. അതെന്താ? അതൊന്നുമില്ല, നീ വിളിക്ക്. ഹലോ. ഹലോ. ഞാനിവിടെ ഹോട്ടലിൽ താഴെയുണ്ട്. ആണോ? എന്നാ നീ വേഗം വാ. അല്ല, നീ എന്ത് ഞാൻ ഇന്നലെ രാത്രി ഫോൺ വിളിച്ചപ്പോ എടുക്കാഞ്ഞേ? അത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാ നീ വേഗം വാ. റൂം നമ്പർ 104. കൊത്തിയാവുന്നടി. ഇതോടെ അങ്ങേര് അവസാനത്തെ കൊതിയായിരിക്കും. മതി, വാടാ. റൂം നമ്പർ ഇതാന്ന് തോന്നുന്നു. ഇതന്നെ. നീ ഡോർ തുറന്ന് ഉള്ളു പോ. കുറ്റിയിടാൻ സമ്മതിക്കരുത്. നിന്റെ പിന്നാലെ ഞങ്ങൾ വരാം. നീ പേടിക്കാതിരിക്കണം. എന്നാ ചെല്ല് നീ. ഇതാര്? എന്റെ മോളോ? നീ പണ്ടത്തെ കൈ നന്നായിട്ടൊന്നും വളർന്നല്ലോടി. അത് ശരി. നിങ്ങളേക്ക് ആരാ? ഓ, ആളെക്കുട്ടി വന്നതാവൂലോ നീ. ഞാനത് പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും കയ്യിൽ കരുതേണ്ടതായിരുന്നു. പക്ഷേ ഇത് എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഈ പീട്ട പറയുന്നില്ല. അത് ശരി. ഞങ്ങളുമായി ഒന്ന് മുട്ടി നോക്കാൻ താല്പര്യമുണ്ടോ? ഓ, നിങ്ങളൊക്കെ എന്റെ മക്കളെ പ്രായം ഉള്ളല്ലോ. മക്കളോ? അപ്പൊ എത്ര ഭാര്യമാരുണ്ട്? എനിക്ക് ഇവളെ കണ്ടപ്പോഴേ ഒരു ഡൗട്ട് തോന്നിയതായിരുന്നു. ഞാൻ ഇവളും തമ്മിൽ എവിടൊക്കെയോ ഒരു ബന്ധം പോലെ എനിക്ക് തോന്നി. ഇപ്പം എനിക്കത് കറക്റ്റായി. എടാ, ഞാനാ പറഞ്ഞ എൻ്റെ ഡാഡി ഇല്ലേ, ഡാഡി, അങ്ങേരാടെ ഇത്. പിന്നെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കാര്യമൊന്നും ഞാൻ നിങ്ങളോട് പറയാഞ്ഞേ. ഇവളെൻ്റെ അനിയത്തിയാ, എൻ്റെ അനിയത്തി. ഇങ്ങേർക്കുണ്ടായ എനിക്ക് ഏട്ടനോ? എനിക്കെങ്ങനെ ഒരു ഏട്ടനുള്ളത്? എനിക്കറിയില്ലല്ലോ. നിനക്ക് എന്നെ അറിയാൻ ചാൻസ് ഇല്ല. അതൊക്കെ ഒരു വലിയ കഥ. ഞാനത് പറയാം. ആദ്യം ഇങ്ങേരെ ഒന്ന് കൈകാര്യം ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങേരായിരുന്നു അങ്ങേര്. അത് ശരി, നീയായിരുന്നു എൻ്റെ ആ മോൻ. നീയും വല്ലാണ്ടങ്ങ് വളർന്നു. നീ എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ? എനിക്കതൊന്ന് കാണണല്ലോ. എനിക്ക് അത്രക്കും വലിയ ധൈര്യമുള്ള ആളാണോ നീ? ഇങ്ങനെ എത്ര എത്ര വെല്ലുവിളികൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു. എത്ര ആൾക്കാരെ ഞങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെ എത്തി? അങ്ങ് ആകാശത്ത്. ഇനിയൊന്നും വേണ്ട, കമോൺ, ഞങ്ങളൊപ്പം അങ്ങ് വന്നാൽ മതി. പേടിപ്പിക്കുവാണോ? എന്നാ ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ വരാം. നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ നോക്കാലോ. സ്വയം കോയിൽ ചാടിത്തരുന്നുണ്ടല്ലോ. എന്തായാലും വാ. എന്തായി? എനിക്കൊന്നും അറിയില്ല. അവരെങ്ങോട്ടോ കൊണ്ടുപോയിട്ടുണ്ട്. ജേക്ക് എന്റെ ബ്രദറാന്നൊക്കെ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്.
അവർ ഇത്ര ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമില്ലാതെ ഇരിക്കൂലല്ലോ. എന്തായാലും നമുക്ക് കണ്ടറിയാം. എനിക്ക് ജെക്കെനെ കണ്ടപ്പോൾ നിന്റെ ഒരു ഫേസ് കട്ട് പോലെ തോന്നിയിരുന്നു. അതിങ്ങനായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്ങനെ, എന്താ കാര്യം എന്ന് പറഞ്ഞോ? നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ നിനക്കൊരു ബ്രദർ ഉള്ള കാര്യം. എനിക്കും അറിയില്ലടി എനിക്ക് ബ്രദർ ഉള്ള കാര്യമോ. അതെനിക്ക് പറഞ്ഞ എനിക്കൊന്നും ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ നടക്കുന്നേ? അപ്പൊ നിനക്ക് ചോദിച്ചൂടായിരുന്നോ? അതൊക്കെ ഞാൻ ചോദിച്ചതാ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ, അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറയാന്ന്. ഇതിപ്പോ എന്തായാലും ഇങ്ങനെ പോട്ടെ. അത് നമ്മളോട് പറയുന്നല്ല പറഞ്ഞേ. ചെടി എന്തു പറ്റി? എന്നെ തെറി വിളിക്കുന്നടി. ആര്? എന്റെ വയറ്. എനിക്ക് വിശക്കണ്. ഞാൻ പോയിട്ട് എന്തേലും തിന്നട്ടെ. ഇവിടെ ചാവം കിടന്നാൽ അവൾക്ക് ഫുഡ് കിട്ടിയാ മതി. നീയൊക്കെ ഇനി എന്നെ എന്താണോ ചെയ്യാൻ പോകുന്നത്? ഇത്രക്കും ധൃതിയോ? അപ്പൊ എങ്ങനാ, നമുക്കൊന്നുണ്ട് കാര്യങ്ങളിലേക്ക് കടക്കല്ലേ? അതിനെന്താ, വായോ. ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടക്കുകയല്ലേ? ആടാ. ഫിറോസിനെ കൊന്നിട്ട അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ മൃതദേഹവും. ആസിഡിൽ മുക്കി കൊന്നതാണ്. ആരാണെന്ന് വ്യക്തമായിട്ടില്ല. കൊന്നവരെ അന്വേഷണത്തിലാണ്. ബാക്കി വിവരങ്ങളുമായി പിന്നെ. ഏതവനാണ് ഈ മനുഷ്യനെ കൊല്ലാൻ നടക്കുന്നത്? ഇപ്പൊ തന്നെ എത്ര കേസുകളായി. ആളെ ഫേസ് കാണുന്നില്ല എന്നല്ലേ പറഞ്ഞേ? എന്തായാലും നമ്മളറിയണ ആളാവാതിരിക്കട്ടെ മരിച്ചത്. അതന്നെ. നമ്മള് അങ്ങേരെ കൊന്ന കാര്യം അവരറിയണ്ട കേട്ടോ. അതെ, അറിയണ്ട. അവരെ കണ്ണില് നമ്മളൊരു കൊലയാളിയായിരിക്കും. നമ്മൾ കാര്യത്തിനാ കൊന്നേന്ന് അവരപ്പം ചിന്തിക്കൂല. ഇങ്ങനെയുള്ളൊരു ഈ ഭൂമിയിലുണ്ടായാൽ ഈ ലോകം തന്നെ നശിക്കും. നമ്മൾ ഇതുകൊണ്ടാണ് കൊന്നതെന്ന് അവരോട് പറഞ്ഞാലും അവരൊരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യൂല. അത് ശരിയാ, അതുകൊണ്ട് ഇത് സീക്രറ്റായിട്ട് തന്നെ ഇരുന്നോട്ടെ. അല്ല, അവർ നമ്മളോട് ചോദിക്കൂലേ അവർ നമ്മളെന്താ ചെയ്തതെന്ന്? അപ്പം എന്താ പറയാ? അത് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിട്ടാന്ന് പറഞ്ഞാൽ മതി. എടാ, ഇതെന്നായാലും ഈ സത്യങ്ങളൊക്കെ അവരറിയും. അതറിയും പറഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞിട്ടിപ്പോൾ അവരറിയണ്ട. അതെ, ഇപ്പം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാലും അങ്ങേരെ അവരെന്താവട്ടും ചെയ്തിട്ടുണ്ടാവുക? അറിയില്ല. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഐ തിങ്ക് പേടിപ്പിച്ച് വിടാനാണ് സാധ്യത. എന്താണെങ്കിലും ആ ശല്യം ഇനി വരാതിരുന്നാ മതി. അങ്ങേരിഞ്ഞ് വരൂലടി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അവരുടെ കൂട്ടത്തില് ഒരു പൂച്ചനെ പോലുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെന്ന്. ആ ഷുഗേട്ടനാണോ? ശരിയാണ്, അതിനെ കാണാൻ ഒരു പൂച്ചന്റെ ഫേസ് കട്ടുണ്ട്. നീ കാര്യം പറ. ഷുഗേട്ടനെ കണ്ടപ്പോ എന്തൊക്കെ ഒരിതുപോലെ. എന്ത് ഇതാണാവോ? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരിത്, അത് വല്ലാത്തൊരിതായി പോവല്ലോ. അപ്പോ രണ്ടാൾക്കും ഒരു ഗ്രൂപ്പിലുള്ള ആളെ ഇഷ്ടമാണ്. അല്ല, നമ്മളിപ്പോ അവിടെ ജിന്നേട്ടന്റെ വീട് കണ്ടെത്താൻ പോയതാ. ഇപ്പൊ അവിടെ നടന്നതെന്താ? അത് ശരിയാ. അപ്പൊ അവിടെ രണ്ടാൾക്ക് കുരു പൊട്ടി. അത് നമ്മൾ റെഡിയാക്കും.
യെസ്, അതത്രേ ഉള്ളൂ. ആ മറ്റേ 2 ചേച്ചിമാരിയെ, ആ ജിമിനേട്ടന്റെയും എന്റെ ബ്രദറാന്ന് പറഞ്ഞ ജേക്കന്റെ ഓരോ ഭാര്യമാരെയും അവരായിട്ട് നമുക്ക് കമ്പനി ആവാം. എന്നിട്ട് അവരെ നമ്മളെ കൂട്ടത്തെ കൂട്ടാം. എങ്ങനെ ഉണ്ടാടിയ? സൂപ്പർ അല്ലേ? എടി, ആ ജേക്കന്റെ വൈഫില്ലേ, അത് നിന്റെ നാത്തൂനായിട്ട് വരുവടി. അത് ശരിയാണല്ലോ. ഇല്ല, ഉറപ്പാക്കാനായിട്ടില്ലല്ലോ. നമ്മള് ചോദിച്ചറിഞ്ഞിട്ട് ഉറപ്പാക്കിയാ പോരെ. ഇനി അങ്ങേരെ മുന്നിൽ വെച്ചിട്ട് വെറുതെ തള്ളിയതാണോന്നും അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ഇല്ലടി, അത് തള്ളിയതാവാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങളെ കാണാൻ ഒരേ പോലുണ്ട്. ഒരമ്മ പെറ്റ മക്കളാന്നേ പറയൂ. ആണോ? എന്നാലും എനിക്കറിയില്ലല്ലോ അങ്ങനെ ഒരു ഏട്ടനുള്ളത്. അതൊക്കെ അറിയാടി. നിനക്കെന്തായാലും ഒരു ഏട്ടനെ കിട്ടിയില്ലേ? നിന്റെ ഏട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളെ ഏട്ടനും കൂടിയല്ലേ? ആ, ഏട്ടന്മാരെ ഫ്രണ്ട്സൊക്കെ നമ്മളും ഏട്ടന്മാരൊക്കെ തന്നെ. പൊടി, അതിന് സ്വന്തമല്ലല്ലോ. ഇപ്പൊ അങ്ങനെയായോ? ആ, അങ്ങനെ തന്നെ. എന്താടി? എനിക്ക് വിശക്കുന്നടി. അതങ്ങനെയാണല്ലോ. ഞാൻ എന്തായാലും പോയി തിന്നട്ടെ. ചെല്ല് ചെല്ല്. ഇത് നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ മറ്റോരെ? ഏത് മറ്റോരെ? മറ്റോരില്ലേ? എന്താ മോന്നെ ഒരിളക്കോ? ആരിക്കളക്കം? ഒന്ന് പോടാ. പിന്നെ ഇപ്പൊ എന്തിനാ ഒരു കാര്യമില്ലാതെ അവരെ കാണാൻ പോകുന്നേ? അല്ല, വെറുതെ കാണാന്ന് പറഞ്ഞതാടോ. ഓ, പിന്നെ ആരാ അതിലിഷ്ടായത്? അങ്ങനെയൊന്നും ഇല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. നീ പറയടാ. അത് ഒരു കുട്ടിയില്ലേ, ചിരിക്കുമ്പോ നുണക്കുയില്ലേ? ആ, അപ്പൊ ഒരാളെന്നെ ഇഷ്ടമായിക്കണത്. എന്നാ പിന്നെ എല്ലാം മനസ്സിലായില്ലേ? എന്നൊരു വഴി പറഞ്ഞോണ്ടോ എങ്ങനെ സെറ്റാകും? അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? അതിൽ എനിക്കൊരുത്തി ഇഷ്ടപ്പെട്ടോന്നൊരു ഡൗട്ട്. അയ്യവാ, പോരട്ടെ. ആരാണ്? അങ്ങനെ ചോദിച്ചാ ജേക്കൻ്റെ അനിയത്തിന്ന് പറഞ്ഞില്ലേ, അവളെ. ഓടാ, അതിൻ്റെ അനിയത്തിയാ? നാണം ഉണ്ടോടാ സ്വന്തം ഏട്ടൻ്റെ മുന്നിൽ അനിയത്തിനെ ഇഷ്ടാന്ന് പറയാ? പിന്നെ ഒരേട്ടൻ വന്നേക്കുന്ന്. അവൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാ നീ അവളെ ഏട്ടനാണോന്ന്. എന്നിട്ടാ അവൻ വലിയ ഏട്ടൻ ചമയുന്നു. എന്താടാ പട്ടി? അതൊക്കെ ഞാൻ മനസ്സിലാക്കി വെക്കും, ഞാൻ അവളെ ഏട്ടനാണെന്ന്. ഏട്ടനോ? ആര്? എന്തേട്ടൻ? ആ, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഇരി. പിന്നെ നാളെ ഓഫീസ് ലീവാണ്. നാളെ എന്നെ രാവിലെ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുറങ്ങണം. കുറച്ചായി ഉറങ്ങിയിട്ട്. നിന്നെ ഞാൻ ഉറക്കി തരാടി. ആ, ഏട്ടനോ? അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു. എന്താ കാര്യം പറ. ദൈവമേ, ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ അടുക്ക് നടന്നോ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. നോക്കി, ഞാനൊരു കാര്യം പറയാം. ഇതൊന്നും എന്നും സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കൂല. ഏതെങ്കിലും ഒരു കാലത്ത് ഇതെന്തായാലും എല്ലാവരും അറിയും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നാ മതി. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചും കണ്ട് തന്നെ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ പേടിക്കണ്ട. സൂക്ഷിച്ചാ മതി. എന്നാലും എനിക്കൊരു വാർത്തരം കിട്ടി. എനിക്കത് മതി. അന്ന് ജയിക്കാൻ്റെ ലൈഫ് സ്റ്റോറി ഒക്കെ കേട്ടപ്പോ ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. എന്നാലും ഇത് കൺമുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ. അതാണ് വിറ്റായ കാര്യം. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ എനിക്ക് ഇവിടെ അമ്മേനെ വിട്ട് പോരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഗതികേടുകൊണ്ട് ഞാൻ അന്നങ്ങനെ ചെയ്തു പോയതാ. അന്ന് അവൾക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഇപ്പോൾ അവൾക്കതൊന്നും ഓർമ്മയില്ല. അന്ന് അവൾ കൊച്ചായിരുന്നില്ലേ. പോട്ടെ, സാരമില്ല. എന്തായാലും ഇപ്പൊ അവളെ കിട്ടിയില്ലേ? ചിലപ്പോൾ അവൾ ഈ വീട്ടിക്ക് വന്നാലോ എൻ്റെ ഭാര്യയായിട്ട്. ഡാ പോടാ. നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന് വിളിക്കുക, നമുക്ക് മീറ്റ് ചെയ്യാം. അയ്യേ, അവനക്ക് മുട്ടി നിൽക്കുക. ആ, എന്തായാലും ഞാൻ വിളിക്കാം. എൻ്റെ അടുത്ത് അവളെ നമ്പർ ഉണ്ടല്ലോ. അതിപ്പോ എങ്ങനെ കിട്ടി? അതൊക്കെ ഞാൻ സെറ്റാക്കി. ഹലോ. നിങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരും. ഇന്നിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയവിടെ? അല്ല, വെറുതെ. നിങ്ങളെന്തായാലും എല്ലാവരും മാറ്റി നിൽക്കുക, ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വരാം. അയ്യോ, അതൊന്നും വേണ്ട. ഒരു വേണ്ടായുമില്ല, ഞാനിപ്പോൾ അവിടെ എത്തും. അത് കട്ടാക്കിയോ? എന്താടി, ആരെ വിളിച്ച? അത് വിയ്യേട്ടനാ.
നൈറ്റ് അവിടെ ഫുഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്, നമ്മോട് അങ്ങോട്ട് പോവാം, ഡ്രോപ്പ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ട് കട്ടാക്കി. വേഗം മാറ്റി നിൽക്കാം. അത് ശരി. ഫുഡോ? ദേ ഞാൻ റെഡി. ഇവിടെ പിന്നെ ഫുഡ് ഒന്ന് കേട്ടാ മതി. അതാ വീട്ടൻ വന്നു തോന്നുന്നു. അത് വീട്ടൻ തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് പുറത്ത് പോയി നിൽക്കാം. അങ്ങനെ അവർ വണ്ടിയിൽ പോയി. അവർ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നു. എല്ലാവരും വന്നല്ലോ. ആയി നാത്തൂനെ. നാത്തൂനോ? അല്ല, നിന്റെ ആയിട്ടൊന്നുമില്ല ജയിക്കൻ. ജയിക്കന്റെ വൈഫാണ്. അപ്പൊ എനിക്ക് നീ നാത്തൂനാവല്ലോ. അവൾക്കത് ഉറപ്പായിട്ടില്ല ഞാൻ അവൾ ഏട്ടൻ തന്നെയാണോന്ന്. വാ, ഞാൻ പറഞ്ഞുതരാം. ശരിക്ക് എന്താ സംഭവം? ഒരു ദിവസം നിനക്കൊരു 6 വയസ്സുള്ളപ്പോൾ, അതിനു മുന്നേ ഒരു കാര്യം നിനക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് ഞാനല്ലേ? നിന്റെ ഒപ്പം ഞാനും. ഇതൊക്കെ ചെറുപ്പത്തെ ഫോട്ടോ. നിനക്കൊരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴുള്ള ഫോട്ടോസാണ്. ഞാൻ നിന്നെ വിട്ട് പോകുന്നത് ഒരു 5-6 വയസ്സിലാണ്. ഞാൻ കഥ പറഞ്ഞുതരാം. ഇപ്പോൾ ഉറപ്പായില്ലേ ഞാൻ നിൻ്റെ ഏട്ടൻ തന്നെയാണെന്ന്? ഉറപ്പായി. അന്ന് എനിക്ക് 18 വയസ്സാണ്. അന്ന് വീട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. എനിക്കെന്റെ ജീവിതം തന്നെ മടുത്തു നിങ്ങളൊപ്പം ജീവിച്ചിട്ട്. ഇനി നിങ്ങൾ എന്താ നന്നാവുക? ഒരു പെൺകുട്ടി ഉള്ളതാ, അതിന്റെ ചിന്ത എല്ലാം ഉണ്ടെങ്കിൽ ഈ വീട് കണ്ടില്ല. കഷ്ടപ്പെട്ട് വീട്ടുജോലിക്ക് പോയി ഉണ്ടാക്കിയ പൈസ ഇട്ട് ഈ വീട് നോക്കിയപ്പോ വാടക പൈസ കുറച്ച് എടുത്തു വെച്ചു. അത് കൊണ്ടിട്ട് തൊലച്ചു. എന്തിനാ നിങ്ങളിട്ട് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഒരു രൂപ പോലും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. കള്ളും കുടിച്ച് അഴഞ്ഞാടി നടക്കുക. അമ്മ, അച്ഛൻ ഇങ്ങനത്തെ ആളെന്നാ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിങ്ങളിങ്ങനെ എപ്പോഴും കരഞ്ഞിട്ട് എന്താ കാര്യം അമ്മ? കരയല്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അച്ഛൻ ചീത്തയൊന്നുമല്ല. അമ്മ കരഞ്ഞതൊന്നുമല്ല. അമ്മന്റെ കണ്ണിലെ പൊടി പോയതാ. ഇല്ല, മോൾക്ക് തോന്നിയതാവും. ഇങ്ങോട്ട് പാടി കാന്താരി, നിനക്ക് തോന്നിയതാണ്. അമ്മ, എന്നാ ഞാൻ ഇവളെ ഉറക്കിയിട്ട് വരാം. ചെല്ല്. അതിനെന്താ, പോവാലോ. ഇപ്പം നീ ഉറങ്ങ്, നാളെ വൈകിട്ട് ചേട്ടൻ കൊണ്ടുപോവാം. മോനെ ഇറങ്ങിയോ? ഇല്ലമ്മ. എന്താ, വീണ്ടും എന്തെങ്കിലും ചെയ്തോ? ഇല്ല, അതല്ല, ഞാൻ മോനോടൊരു കാര്യം പറയട്ടെ. മോനതുപോലെ ചെയ്യോ? എന്തമ്മ, പറ. മോന് ഇവിടുന്ന് പോക്കോ, എങ്ങോട്ടെങ്കിലും പ്ലീസ്. അമ്മ സ്നേഹം കൊണ്ട് പറയാം. എന്തമ്മീ പറയുന്നേ? ഞാൻ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടെങ്കിലും. അമ്മക്ക് മോനെ ഇഷ്ടമല്ല എന്നിട്ട് പറയല്ല. അമ്മ പറയുന്ന കേൾക്ക്. നിന്റെ അച്ഛൻ പറയാ, നിന്നെ കൊല്ലുന്നതിന്റെ മുന്നേ നിന്റെ മോനെ ഞാൻ കൊല്ലും എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്തിനാന്ന് എനിക്കറിയില്ല. പൊക്കോ മോനെ, അമ്മ പറയുന്നത് കേക്ക്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. എന്റെ മുന്നിൽ വെച്ച് നീ ചാവുന്നത് എനിക്ക് കാണാൻ പറ്റില്ല മോനെ. അച്ഛക്ക് പ്രാന്ത. നീ പോ മോനെ. എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് കുഴപ്പമില്ല, എന്നെ കൊന്നാലും വേണ്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോയാൽ നിങ്ങൾ കൊല്ലു വെച്ചേ. ഇല്ല മോനെ, അങ്ങേരെ ചെയ്യൂല. നിന്നെയാണ് ഇപ്പൊ വെറുപ്പ്. എന്താന്നറിയില്ല. അമ്മ പറയുന്നത് കേൾക്കും മോനെ. പ്ലീസ്, നീ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. അമ്മ എൻ്റെ ജീവിതം തന്നെ. അമ്മയും എൻ്റെ അനിയത്തിയോ, അവൾക്ക് ഞാനിന്ന് വാക്ക് കൊടുത്ത് നാളെ ബീച്ചിലേക്ക് പോവാന്ന്. അവൾ അതോ സന്തോഷിച്ച് ഉറങ്ങുന്ന. ഞാൻ എങ്ങനെ നിങ്ങളെ വിട്ട് പുറത്തു പോകും അമ്മ? അതൊക്കെ അവള് രാവിലെ ആകുമ്പോക്കിനും മറക്കും മോനെ. നീ പോക്കോ, എനിക്ക് വയ്യാഞ്ഞിട്ടാണ്. അമ്മ, അവള് രാവിലെ ഞാൻ എവിടെയെന്ന് വെച്ചാ അമ്മ എന്താ പറയാ? ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട്. നീ പോക്കോ പ്ലീസ്. അമ്മ. മോനെ, നീ ഹാപ്പി ആയിട്ടിരിക്കണം എവിടെയാണെങ്കിലും. ഓക്കെ, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ അമ്മനെ വന്ന് കാണും. പിന്നെ ഇവളെൻ്റെ അനിയത്തിയല്ല, എൻ്റെ മോളാണ് അമ്മ. അതൊക്കെ എനിക്കറിയാം. മോൻ പൊക്കോ. എന്നാ ഞാൻ പോവാ. പക്ഷെ ഇവളെന്തേലും അച്ഛൻ ചെയ്താലോ? അതൊന്നും ചെയ്യൂല. ഇവളെ വലിയ കാര്യം നിന്റെ അച്ഛൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. എൻ്റെ കുറുമ്പി, ചേട്ടൻ പോവാ. ഇനി കാണുമെന്നൊന്നും അറിയില്ല. പിന്നെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അവിടുന്ന് ഇറങ്ങി. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു.
ചേട്ടാ ചേട്ടാ നമ്മുടെ അമ്മ അച്ഛൻ എന്റെ കൺമുന്നിൽ വെച്ച് കൊന്നേട്ടാ. ചേട്ടാ എനിക്ക് അന്ന് തന്നെ അവിടുന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നു. എന്നാ പിന്നെ എനിക്ക് അമ്മേനെ കൊന്നത് കാണേണ്ടി വരില്ലായിരുന്നല്ലോ. മോളെ സോറി, ഏട്ടന് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. മതി, എല്ലാവരും ഒന്ന് വിഷയം മാറ്റിക്ക്. അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല, ഇനി അതാരും ആലോചിക്കണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചിനി. എന്തു കാര്യം? ഇവളിപ്പം എൻ്റെ പെങ്ങളാണല്ലോ, അതുകൊണ്ട് ഇനി നീ ഇവിടെ നിന്നാ മതി. ഏയ് അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കൂല. ഇവളവിടെ ഇല്ലാന്നുണ്ടെങ്കില് ഉപ്പില്ലാത്ത കഞ്ഞി വരും അവിടെ. അതുകൊണ്ട് ഇവളും കൂടി അവിടെ വേണം. നമുക്ക് ഇതേപോലെ ഇടക്കിടക്ക് മീറ്റ് ചെയ്താ പോരെ? ഞാനതിന് ഫുള്ള് പറഞ്ഞില്ല. അതിന് അവള് മാത്രമല്ലല്ലോ ഇവിടെ നിൽക്കുന്നേ, നിങ്ങളും കൂടി ഇവിടെ നിൽക്കുകയാണല്ലോ. അവിടെ നിങ്ങൾ ഏതായാലും വെറുതെ വാടക കൊടുത്ത് നിൽക്കാം. എന്തിനാ വെറുതെ അവിടെ നിൽക്കുന്നത്? ഇവിടെ ഇതാ ഇഷ്ടം പോലെ റൂമുകളുണ്ട്. നിങ്ങളും ഞങ്ങളും കൂടെ നിൽക്ക്. അത് നല്ലൊരു ഐഡിയ ആണ്. ഏതായാലും ഞാനും ജങ്കും 2 പെമ്പിള്ളേർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും കൂടി ഇവിടെ ഉണ്ടായ അടിപൊളിയാവും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഞങ്ങളെ വീട്ടിൽ ഇത് പറഞ്ഞ എന്താവും? അതും നിങ്ങളെ കാൺപിള്ളേരാ. നമ്മൾ തമ്മിലൊന്നുമില്ല, നമ്മൾക്ക് അറിയും. പക്ഷെ അത് വീട്ടിൽ പറഞ്ഞാല് വേറെ സീനാവും. ആൺപിള്ളേരുടെ കൂടെ നിൽക്കുന്നത് പറഞ്ഞാല് അത് വേറെ ഒരു കാട് കടന്ന് ചിന്തിക്കുക വരെ ചെയ്യും. അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയോടോ വീട്ടുകാരോട്. നിങ്ങൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്കും ബുദ്ധിമുട്ടില്ല. എനിക്ക് തീരെ ബുദ്ധിമുട്ടില്ല. എനിക്ക് അത്രയില്ല ബുദ്ധിമുട്ട്. എനിക്കുമില്ല. എനിക്കാണെങ്കിൽ നിങ്ങളോട് നിന്നാ മതി. എനിക്കും നിങ്ങളോട് നിന്നാ മതി. കേട്ടില്ലേ? ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തായാലും ഞാനിവിടെ നിൽക്കുന്നേ എന്റെ സ്വന്തേട്ടന്റെ വീടല്ലേ. അപ്പന്നെ ആരുടെ സമ്മതം എനിക്ക് വേണ്ട. വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ നില്ലേ, ഞാനില്ല എന്തായാലും അങ്ങോട്ട്. നീ എന്തൊരു തെണ്ടിയാടി ഇത്രയും പെട്ടെന്ന് കാല് മാറുന്നു. ഞാൻ കാലൊന്നും മാറിയില്ല. വേണ്ടവർക്ക് നിക്കാം. നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾക്കും കുഴപ്പമില്ല. അതെ. അപ്പൊ എന്താ നമുക്കിനി സാധനങ്ങൾ എടുക്കാൻ പോവല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിട്ടോ. ഞങ്ങൾക്ക് ഇതായിരുന്നു സ്വർഗ. എല്ലാരുടെ ടേസ്റ്റ് ഒന്നും ഒരുപോലെ ആവില്ലല്ലോ. ഫുഡ് പറ്റാത്തുണ്ടെങ്കിൽ പറയാ. അങ്ങനെ എന്തെങ്കിലും പറ്റാത്തുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞതാ. അല്ല, ഒരുപാട് സ്റ്റോറീസ് കേൾക്കാണ്ടല്ലോ. ഈ ഫ്രണ്ട്സ് ഗാങ് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ലവ് സ്റ്റോറിയും അന്ന് അവരെ കഥ കുറച്ച് നിർത്തിയതല്ലേ, പിന്നെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ കഥ? അതെല്ലാം നമുക്ക് പറയാം. എല്ലാരും കൂടി ഉണ്ടാവുമ്പോഴല്ലേ അത് പറയുന്ന ദിവസം ഉണ്ടാവുള്ളൂ. ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇന്ന് രാത്രി തന്നെ ഒക്കെ പറഞ്ഞിരിക്കും. ഇന്ന് തന്നെ പറയണം കേട്ടോ. അതെന്തായാലും പറയും. ഇനി സ്റ്റോറി പറ. സ്റ്റോറി എവിടെ നിർത്തിണ്ടായിരുന്നത്? നിങ്ങൾ കുറച്ച് പേര് തീരുമാനിച്ച് നിങ്ങളിൽ കുറച്ചുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ ശത്രുക്കളാണെന്ന് അങ്ങനെ എന്തോ ആയിരുന്നു. ആരൊക്കെ എന്താന്ന് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, ചേട്ടന് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഏയ് അല്ലടി, അന്ന് നീ ഉണ്ടായിരുന്നില്ല. ഞാനൊരു 19 ഒരു ടൈമിലാണല്ലോ, 18 വയസ്സിലാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സായി എന്നുള്ളടത്തുനിന്നാ പറയുന്നത്. ഓ, പിന്നെ ഞങ്ങൾ തമ്മിൽ പിന്നെ ഭയങ്കര ശത്രുക്കളായിരുന്നു. ഞാനും ജിമിനും വിയും ആയിരുന്നു ഒരു ടീം. മറ്റേ ടീമിൽ ഇവര് 4 ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ 10th കഴിഞ്ഞ് +1 +2 ആ ഒരു ടൈമിൽ അസൈൻമെൻറ്റ് ചെയ്താത്തതിന് എന്നെ പുറത്താക്കി. +2 എത്തിയപ്പോൾ ഞാനും ജിമിനും വിയും ഒരു ക്ലാസ്സിൽ, മറ്റൊരു 4 എണ്ണം അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു. ഞാൻ പുറത്ത് നിൽക്കുമ്പോഴായിരുന്നു ഈ 4 എണ്ണത്തിനെ കണ്ടേ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര പുച്ഛം ഞങ്ങൾ തമ്മിൽ. അങ്ങനെ ക്ലാസ് എടുക്കാൻ വന്ന സാറിന് 2 പീരീഡും കൂടി അടുപ്പിച്ച് കിട്ടി. ബാക്കി 2 ടീച്ചേഴ്സ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആ ചങ്ങായി എൻ്റെ ക്ലാസ് കയറ്റണമെന്ന് എനിക്കറിയാം. എത്ര നേരം വെച്ചിട്ടാ പുറത്ത് നിൽക്കാം, ബോരടിച്ച് ചാവൂലേ. ഞാനെന്താക്കി, ഇവരെ 4 അടുത്ത് സംസാരിക്കാൻ പോയി. എടാ, അവൻ ഇങ്ങോട്ടാന്ന് തോന്നുന്നു വരുന്നത്, ചാടയിട്ട് നിന്നാൽ മതി. എന്നാലും അവനിപ്പം എന്തിനാ ഇങ്ങോട്ട് വരുന്നത്?
എന്തായാലും ജാടായിട്ട് നിന്നാൽ മതി. ക്ലാസ്സിലാണെങ്കിൽ ഒരു മൈൻഡ് പോലും വെക്കാത്ത ആളാണ്. ഹായ് ഹായ്. ഇവനല്ലേ ഇപ്പം ജാടായിട്ട് സംസാരിക്കാൻ പറഞ്ഞത്. എന്നിട്ടത് ഇവൻ ചിരിച്ചു നിൽക്കുന്നു. എന്താണ്ടാ ജാട ഇടാത്താന്നാവൂലേ? മതിയടാ, കുറേ ആയില്ലേ, സത്യങ്ങളൊക്കെ പറഞ്ഞേക്ക്. ഇവര് മൂന്നിൻ്റെയും കണ്ണില് നമ്മൾ തമ്മിൽ ശത്രുക്കളാ. പക്ഷെ നമ്മൾ ശത്രുക്കളല്ലാന്ന് നമുക്കല്ലേ അറിയൂ. എടാ, അത് ജെക്ക് എൻ്റെ നെയ്ബറാ. ഇവ മാത്രമല്ല, അകത്തുള്ള 2 എണ്ണം. പിന്നെ ഞങ്ങൾ വെറുതെ നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളെ പോലെ നിന്നതാ. കൂടെ നിന്ന് ചതിച്ചവനെ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, ഇത് ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്താൽ മതി. എന്നാലും ഒരു ഡൗട്ടും തോന്നിയില്ലല്ലോ. അതാണ് ഞാൻ. അല്ല, ഇത് മറ്റു 3 പേർക്കും അറിയോ? ആടാ, ഞങ്ങൾ നെയ്ബേഴ്സാന്ന് പറഞ്ഞല്ലോ. എന്നാലും ഞങ്ങൾ എത്ര തവണ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഇതുവരെയായിട്ടും ഇവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതിനടാ, നിങ്ങൾ എൻ്റെ വീട്ടിലല്ലേ വന്നത്, അവരവരുടെ വീട്ടിലായിരുന്നു. അതായത് എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള 3 റൂം ഇവരുടെ ആയിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ സംസാരിച്ച് ഞങ്ങൾ കമ്പനിയായി. പിന്നെ ഞങ്ങൾ ഈ ഒരു പ്ലാൻ ഇട്ട് നമ്മളെ ശത്രുക്കളായിരുന്നു നിങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതേമാതിരി അവരും പറഞ്ഞു നമ്മളവർ ശത്രുക്കളായിരുന്നു പോലും. പിന്നല്ലേ മനസ്സിലായത് പാവങ്ങളാന്ന്. അത് ശരി, ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലേ? ഉണ്ടായി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്സായി. അങ്ങനെ +2 ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ജോയിൻ വന്നു. ദേ ഈ 2 സാധനങ്ങൾ. അപ്പൊ ജിമിനേറ്റന്റെയും ജങ്കിന്റെയും നിങ്ങളത് രണ്ടാളതും ഇങ്ങനെ ആവൂലേ ലവ് സ്റ്റോറി തുടങ്ങുന്നേ? അങ്ങനെ തുടങ്ങുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു തുടക്കം. പിന്നെ ഈ 2 സാധനങ്ങളും കാണുന്ന പോലെയൊന്നും അല്ലായിരുന്നു അന്ന്. എന്തായിരുന്നു സാധനം? അങ്ങനെയൊന്നുമില്ല. അതെ, ചുമ്മാ പറയാ. ചുമ്മാതെയാ? ദേ ഈ കഥ ഫുള്ള് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചു ഈ ഇരിക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ തന്നെയാണോന്ന്. അപ്പൊ വലിയെന്തോ സംഭവമാണ്. എന്തായാലും പറ, കേക്കട്ടെ. ഇതേതാ പുതിയ 2 എണ്ണം? ന്യൂ ജോയിൻ ആണെന്ന് തോന്നുന്നു. എന്താ ഇപ്പം 2നെയും നടത്തം? അവരെങ്ങനെയും നടന്നോട്ടാ, നിങ്ങൾക്ക് എന്താ അതിന്? എന്നാലും ദേ വെറുതെ സീനിയേഴ്സ് ആവാൻ നിൽക്കണ്ട കേട്ടോ. ചിലപ്പോൾ അവരും നമ്മളൊപ്പം തന്നെ ആവും. +1 ആവാനാണ് ചാൻസ്. ആയിക്കോട്ടെടാ, അത് നിനക്കെന്താ? അതിന് എനിക്കെന്തേലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിന് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മക്കട്ടം തന്നെ കയറുന്നത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മതിയടാ, നിർത്ത്. ഈ കുരുട്ടെ, ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ ഇനി എവിടെ അഡ്മിഷൻ തരുമെന്ന് വിചാരിക്കണ്ട. ഇതാണ് 5ാമത്തെ സ്കൂളാ. അതിന് ഞാൻ ആരെയും അങ്ങോട്ട് ചൊറിയാൻ പോയിട്ടില്ല. ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ തിരിച്ചു ഞാൻ അങ്ങ് ചൊറിയും, അത്രേ ഉള്ളൂ. ഇനി ആരിങ്ങോട്ട് ചൊറിയാൻ വന്നാലും മിണ്ടാണ്ടിരുന്നാ മതി, അല്ലെങ്കിൽ നമ്മൾ തന്നെ അവൻ പെടുക. ഓപ്പോസിറ്റുള്ള ആൾ തെറ്റ് ചെയ്താലും നമ്മൾ നേരക്ക് തന്നെ വരിക. അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു. ഞാനൊന്ന് ആലോചിക്കട്ടെ.